ഏപ്രിൽ മാസം 9-ാം തീയതി കേരളത്തിലും പോണ്ടിച്ചേരിയിലും തമിഴ്നാട്ടിലും ആസാമിലും പോളിംഗ് പൂർത്തിയായെങ്കിലും പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായതിനാൽ അനന്തമായ കാത്തിരിപ്പിനൊടുവിൽ നാളെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് പ്രീ പോൾ സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊരു സർവേ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിട്ടില്ല. എല്ലാ സർവേകളും നിസ്സംശയം പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്. ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉറപ്പായി കഴിഞ്ഞു എന്ന് സകല സർവേകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു സർവേകളിലും പെടാത്ത ചില കാര്യങ്ങൾ കൂടി വസ്തുതാപരമായി വിലയിരുത്തേണ്ട ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം. കാരണം കേരളത്തിലെ ചെറുപ്പക്കാർ, വനിതകൾ, അതുപോലെ ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീക്കാർ, പട്ടികജാതി വിഭാഗം ഒഴിച്ച് NSSലെയും അതുപോലെ SNDPയിലെ ഒരു വിഭാഗം ഒഴിച്ച് സകല സർവേകളും പറയുന്നത് ബാക്കി എല്ലാ വിഭാഗവും UDFനാണ് വോട്ട് ചെയ്തത് എന്നാണ്. പക്ഷെ ഒരു സർവേകൾക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഒരു ഭരണമാറ്റം വേണമെന്ന് UDFും UDFനെ സ്നേഹിക്കുന്നവരും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു സർവേക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് സ്ഥാവര ജംഗമ വസ്തുക്കൾക്കുണ്ടാകുന്ന നഷ്ടം മുൻകൂട്ടി കണ്ടുകൊണ്ട് നേതൃത്വത്തിനെതിരെ പരസ്യമായി പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതുപോലെ തന്നെ ഒറ്റപ്പാലത്തും അമ്പലപ്പുഴയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യമുള്ള, അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മറനീക്കി പുറത്തു വന്ന് പല ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി മത്സരിക്കുകയും UDF അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം അവർക്കുണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച്. പക്ഷേ അവരെല്ലാം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളത് കൊണ്ടാണ് സ്വന്തം ജീവൻ പോണെങ്കിലും പോട്ടെ, സ്ഥാവര ജംഗമ വസ്തുക്കൾ നശിപ്പിക്കുന്നെങ്കിൽ നശിപ്പിക്കട്ടെ, എന്നാലും ഒരു തിരുത്തൽ ശക്തിയായി ഇപ്പോഴെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ പാർട്ടി ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ അന്യം നിന്നു പോകും എന്നുള്ളത്. അതുകൊണ്ട് സ്വന്തം ജീവനിൽ കൊതിയുള്ളവരും സ്ഥാവര ജംഗമ വസ്തുക്കൾ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സർവേക്കും ആ വോട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞൊരു സർവേ 90 സീറ്റാണ് പ്രവചിച്ചിട്ടുള്ളത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. 1977 UDF ആവർത്തിക്കാൻ പോവുകയാണ് കേരളത്തിൽ. അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ആൻറ്റി ഇൻകംബൻസി ഇല്ലാതെ അധികാരത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ഗവൺമെൻറ്റാണ് 1970 മുതൽ 77 വരെ കേരളം ഭരിച്ച UDF. പക്ഷെ മുഖ്യമന്ത്രി മാറി, C അച്യുതമേനോൻ മാറി, കരുണാകരൻ വന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. 77 ഇന്ത്യ മൊത്തം കോൺഗ്രസ് പരാജയപ്പെട്ടു, ഇന്ദിരാഗാന്ധി പോലും പരാജയപ്പെട്ടു. പക്ഷെ കേരളത്തിലെ UDF 111 സീറ്റുകളുമായി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അധികാരത്തിലേക്ക് മടങ്ങി വന്ന് ശ്രീ കരുണാകരൻ അച്യുതമേനോനെ മാറ്റിയിട്ട് മുഖ്യമന്ത്രിയായി. ആ 111 സീറ്റിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും കാലാവസ്ഥയും ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നു. നാളെ നിങ്ങൾ നേരിട്ട് കാണാൻ പോവുകയാണ്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് നാളെ വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പതനമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർന്നെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പതനം. അതല്ല,
ഈ പതനം സ്ഥായിയായി കാണണമെന്ന് ആഗ്രഹിച്ചാൽ മറ്റൊരു ബംഗാൾ ആവർത്തിക്കും, ത്രിപുര ആവർത്തിക്കും. അത് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കാരണം ഇല്ലെങ്കിൽ ആ സ്പേസ് ഒക്കുപ്പൈ ചെയ്യാൻ പോകുന്നത് ഹിന്ദുരാഷ്ട്രവാദികളായ ബി ജെ പിക്കാരാണ്. അതുകൊണ്ട് ബി ജെ പിക്ക് ചില ആളുകൾ 5 സീറ്റ്, 10 സീറ്റ്, ചില ആളുകൾ 0 to 3, 0 to 2. പക്ഷെ ഞാൻ പറയുന്നു, കേരളത്തിലെ ജനങ്ങൾ ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പിയെ വിജയിപ്പിക്കാനുള്ള സാധ്യതയില്ല. ഏറിയാൽ 1 സീറ്റായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. അതിനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുകയാണ്. കാരണം ഒരു കാരണവശാലും ബി ജെ പി കേരളത്തിൽ നിയമസഭയിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങൾ. കാരണം അവർ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ അനുഭവിച്ച് അവരുടെ അനുയായികൾ ആ വിവരങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വടക്കേ ഇന്ത്യയിൽ നടക്കുന്നതിൻ്റെ തനി ആവർത്തനത്തിൻ്റെ 2 സൃഷ്ടികളാണ് നമുക്കറിയാം. പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകനും. ഇപ്പം തന്നെ അവരെ കയറൂരി വിട്ടിരിക്കുകയാണ് ബി ജെ പി. അപ്പോൾ ബി ജെ പിക്ക് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് ഒരു പ്രാതിനിധ്യം ഉണ്ടായാൽ എന്താ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരായതുകൊണ്ട് ഇത്തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി അഥവാ തുറന്നാൽ 1 സീറ്റിനപ്പുറത്തോട്ട് അവർ പോകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ UDF ശുഭപ്രതീക്ഷയോടുകൂടി അധികാരത്തിലേക്ക് മടങ്ങി വരുന്നു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി പാലിക്കണം, പാലിക്കപ്പെടും എന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്. ജനവികാരത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ച് ഈ അധികാരം നിലനിർത്താൻ UDF ശ്രമിക്കണം. ടീം UDF, ആ ടീം UDF ഈ ഭരണത്തിൻ്റെ 5 വർഷവും കേരളത്തിൽ പ്രതിഫലിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് ഇത്തവണ കാസർഗോഡ് ഒരുപക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിയമസഭയിൽ അംഗത്വം ഉണ്ടായി എന്ന് വരില്ല. ഞാനും DCC പ്രസിഡൻറ്റും ഒക്കെ നേരത്തെ പറഞ്ഞ് സത്യപ്രതിജ്ഞ കാണാൻ 4 MLA മാരെയും കൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അതിന് യാതൊരു മാറ്റവും വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അട്ടിമറികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ, അന്തർധാരകളൊന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ബി ജെ പിക്ക് വോട്ട് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് UDFനെ പരാജയപ്പെടുത്താനുള്ള ശ്രമം വിജയിച്ചില്ലെങ്കിൽ ഇത്തവണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാസർഗോഡ് MLA മാരുണ്ടാകില്ല, BJPക്കും ഉണ്ടാകില്ല എന്ന് വളരെ ദൃഢനിശ്ചയത്തോടുകൂടി പറയാൻ എനിക്ക് സാധിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് 4 MLA മാരെയും കൊണ്ട് പോകാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അസംബ്ലി സീറ്റ് നിശ്ചയിക്കുമ്പോഴും ഈ തർക്കം ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ, പാർലമെൻറ്റ് അംഗമായ സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കും, അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കും, ആ പാർട്ടി ഉണ്ടാക്കി കുറേ സ്ഥലങ്ങളിൽ UDFനെ തോൽപ്പിക്കും, പേരാവൂരിൽ സണ്ണിയെ തോൽപ്പിക്കും, അതുപോലെ തന്നെ കണ്ണൂരിൽ TO മോഹനെ തോൽപ്പിക്കും. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനം വന്നപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ അനുസരണയുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു അത് ഞാൻ അക്ഷരം പ്രതി അനുസരിക്കും. കണ്ണൂരിൽ അദ്ദേഹം പ്രചരണത്തിനിറങ്ങി. ശ്രീ KPC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ വിജയിപ്പിക്കാൻ അദ്ദേഹം പോയി. അദ്ദേഹം വ്യാപകമായി പ്രചരണം നടത്തി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ മാധ്യമരംഗത്തുണ്ടായിരിക്കുന്ന ഒരു മത്സരം, അതുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കാനാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് കോൺഗ്രസ്സിനകത്ത് എന്തെങ്കിലും പൊട്ടലോ ചീറ്റലോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് വലിയ ആയുസില്ല. ആ പ്രതീക്ഷയൊക്കെ നാളെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാൻ തീരുമാനിക്കും. പക്ഷേ ഇതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. തിരഞ്ഞെടുക്കപ്പെടുന്ന MLA മാരുടെ യോഗം വിളിച്ചു കൂട്ടണം, കേന്ദ്ര നിരീക്ഷകന്മാരിൽ പങ്കെടുക്കണം, 14 DCCകൾ പ്രവർത്തിക്കുന്നുണ്ട്, KPCC ഉണ്ട്. അവരുമൊക്കെ ആയിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തി വളരെ
അനുയോജ്യമായ ഒരു തീരുമാനമെടുക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആഗ്രഹിക്കാൻ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺഗ്രസിന് 60 MLA-മാരാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ 55 പേരാണെങ്കിൽ, ഒരിക്കൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കാം. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം എല്ലാവരും ശിരസ വഹിക്കും, അംഗീകരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്ലസ് കോൺഗ്രസ് ഈസ് സംതിങ്, രാജ്മോഹൻ ഉണ്ണിത്താൻ മൈനസ് കോൺഗ്രസ് ഈസ് നത്തിങ്. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ബാധകമാണ്. കോൺഗ്രസ് നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ടും കോൺഗ്രസിൽ നമ്മളുള്ളത് കൊണ്ടുമാണ് നമ്മൾ ശക്തന്മാരാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നതും നമ്മൾ വിലയിരുത്തേണ്ടതും. അതിനൊരു മാറ്റം വന്നാൽ പിന്നെ നമ്മൾ വട്ടപൂജ്യമാണ്. കോൺഗ്രസ് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ, കോൺഗ്രസിൽ നമ്മളില്ലെങ്കിൽ നമ്മൾ ബിഗ് സീറോ ആണ്. ആ യാഥാർത്ഥ്യം എനിക്ക് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ MLA-മാർക്കും MP-മാർക്കും ബാധകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.